നാളത്തെ ആ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു കട അടച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പട്ടിണി? നാളെ നമ്മൾ പട്ടിണി. ആർക്കെങ്കിലും 5 രൂപ കൊടുക്കാനൊക്കെ ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും വർഷമായിട്ട് ഇതുവരെ ഒരു ഹർത്താലം കൊണ്ട് ഈ സാധാരണ മനുഷ്യൻ ഇവരെല്ലാം അന്നന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൽ അവരെ വീട്ടിൽ ബാക്കിയുള്ള ആ ഒരു ചെലവും കാര്യങ്ങളും പോണത്. അപ്പോൾ എന്നാൽ പോലും ഈ ഒരു ഹർത്താലം കൊണ്ട് ഈ ഒരു സാധാരണക്കാരന് ഒരു പ്ലസ് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ഒരു ഹർത്താൽ കൊണ്ട് നമ്മൾ നശിക്കുന്നതല്ലാതെ ഒന്നും നേടിയിട്ടുണ്ടോ? ഒന്നും നേടിയിട്ടില്ല. അവർ ഒന്ന് അടയ്ക്കാൻ പറഞ്ഞാൽ അടച്ചില്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കും. അമ്മൂമ്മേ, അപ്പം എന്താണ് പറയേണ്ടത്? ഈ ഒരു എന്തോ പറയാനാ മക്കളെ, ഇത് തന്നെ അങ്ങേ അറ്റം കൊല്ലാക്കൊലയാ ചെയ്യുന്നു. എന്തിനിങ്ങനെ ആളുകളെ കൊന്ന് തിന്നുന്നു? ഇതീ കാട്ടി ഒരു കാലവും തുറക്കരുത്. ഇത് അടച്ചിട്ടിട്ട് എന്താ സാധിക്കാനാ, എന്തോ ഉണ്ടാക്കാനാ? അതായത് ഈ ഒരു ദിവസം കൊണ്ട് കട അടച്ചിട്ടിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ബാക്കിയുള്ളൊരു പട്ടിണി കിടന്ന് ചാവും. ഉടുതുണിക്ക് മറുതുണിയില്ല, ഒരു ഗ്ലാസ് വെള്ളത്തിന് നിവർത്തിയില്ല. ഭിക്ഷപാത്രം എടുത്തോണ്ട് തെണ്ടിയാ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് അടയ്ക്കുകയും കൂടെ ചെയ്താ എങ്ങനെ ജീവിക്കുവാടാ? 10, 100, 90, 75 വയസ്സുള്ളവർ എങ്ങനെ ജീവിക്കും? അപ്പൊ എങ്ങനെയാണ് നാളത്തെ ഒരു ഹർത്താൽ കൊണ്ടുള്ള ബാക്കിയുള്ള കാര്യം? ഹർത്താൽ നാളെ തുടങ്ങിയ ഞങ്ങളുടെ ബിഷപ്പ് അറിയാൻ ആരുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ലോണുകളുണ്ട്, സംഘങ്ങളിൽ പണം അടയ്ക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. 500 രൂപ നാളെ കിട്ടിയ 2 ബുക്കോ പേനയോ ഒരു നേരത്തെ ഭക്ഷണമോ ഞങ്ങൾ വയ്ക്കും. മത്സ്യത്തൊഴിലാളികളെ മുടക്കിയിട്ട് ഇവരെന്തെന്ന് ചെയ്ത് भाई हड़ताल में क्या करेगा? हड़ताल में घूमेगा, काम है तो काम में जाएगा, पैसा मिलेगा, काम करेगा तो घर पे पैसा दिएगा, काम नहीं करेगा तो पैसा नहीं है। घर पे बात करना चाहिए, खाना का पैसा भेजना चाहिए, हर चीज़ का कमीज का पैसा भेजना चाहिए, स्कूल का पैसा भेजना चाहिए, सारा पैसा खर्च उठा कर भेजना चाहिए। काम अगर नहीं मिलेगा केरला में तो पैसा कैसे भेजेगा?